അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അതെ അപ്പമാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ചിക്കൻ കറിയും കറി ഇന്നലെ റെഡിയായി. അതിനിപ്പോഴല്ലേ എണീറ്റ് വന്നത്. മഴയായതുകൊണ്ടേ, നല്ല തണുപ്പ് മഴയായതുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. ഞാൻ 3 മണിയായപ്പോ ഉറക്കം തെളിഞ്ഞ 3 ഉറക്കം പോയി. മഴയുടെ സൗണ്ട് കാരണം ഇങ്ങനെ അതും കേട്ടങ്ങിരുന്നു. 5 മണിയായപ്പോ വെളിയിൽ ചാടി. കുറെ നേരം ലൈലെല്ലാം നടന്നു. ഇത് പറയുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് കറക്റ്റ് രാവിലെ ഉള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണണല്ലേ, കണ്ടാലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ. ഞങ്ങളെ പറ്റിക്കാൻ നോക്കാം. ഞങ്ങള് വീഡിയോയുടെ ടൈം ഒക്കെ ഇത് എടുത്തത് 6:39 അത് എടുത്തേക്ക്. 6:39 പറഞ്ഞാൽ നേരം വെളുത്ത് വരാതെ എടുക്കാൻ പറ്റുമോ? വിശ്വസിച്ചു. അതെ വിശ്വസിച്ചു. ഇങ്ങനെ നല്ല മഴയും തണുപ്പും. എന്നിട്ട് 3 മണിയായപ്പോ എണീറ്റത്. ഞാൻ ഈ മഴയുടെ സൗണ്ട് കേട്ടോണ്ടാണ് എഴുന്നേറ്റത്. ഇടയ്ക്ക് കേശു കിടന്ന് എന്തോ ഒച്ച വെച്ചു. അന്നേരം എഴുന്നേറ്റാ. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എന്റെ ആണെങ്കിൽ പോപ്പയും കേശും കൂടി ഇറുക്കി വെച്ചേക്കുമായിരുന്നു. ഒരു കഴുത്തെ കൂടെ ചുറ്റിയിരിക്കുവായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയേക്കാം. എല്ലാരും ഉണ്ട്, ഓരോരോ പണിയിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കി കഴിച്ചേക്കാം. എല്ലാരും കാപ്പി കുടിക്കാൻ വരുമോ? അപ്പോ ചിക്കൻ കറി സെറ്റായി. ബയോ. അപ്പോഴേ ഞങ്ങള് പോയിട്ടേ ഒരു ലോഡുണ്ട്. ഞാനും കുഞ്ഞുങ്ങളെ പോയി അതൊക്കെ ഇറക്കിയിട്ട് വരാം. നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഇല്ലേ? അവധി തീരാറായില്ല. നാളെ സ്കൂളൊക്കെ തുറക്കല്ലേ 2 ദിവസത്തിനുള്ളിൽ. അപ്പോൾ നിങ്ങളെന്നാ പോയി പഠിച്ചിട്ട് പഠിത്തവും പരിപാടിയൊക്കെ ആയിട്ടിരിക്കും. ടാറ്റ. ഞങ്ങൾ പോയിട്ട് വരാം. എന്തിയാ ടാറ്റ? ടാറ്റ. നമ്മളിന്ന് നമ്മളെ കമ്പംമെട്ടിന്ന് കുറച്ച് ഈ കെട്ടിടമൊക്കെ പൊളിക്കുന്നതിൻ്റെ വേസ്റ്റ് ഉണ്ട്. അത് കയറ്റി നമ്മളെ ബൗണ്ടറി റോഡില്ലേ, തമിഴ്നാടിൻ്റെ ബൗണ്ടറി റോഡുണ്ട്, മോശപ്പാറ വഴി. അവിടെ കുറെ പുറത്ത് കൊണ്ട് ഇറക്കാനായിട്ടാണ്. നമുക്ക് അവിടെ പോയി കയറ്റിക്കൊണ്ട് പോകാം. അതാണോ ഞാൻ JCB പൊളിക്കുന്നതുണ്ടോ? ഈ വീട് പൊളിക്കുന്നതിന്റെ കട്ടയുടെ എല്ലാം കൂടെ വേസ്റ്റ് ആണ് നമുക്ക് കയറ്റിക്കൊണ്ട് പോകണ്ടേ. അത് പൊളിച്ച് തീരാതെ നടക്കില്ല. നമ്മൾ ഇച്ചിരി താമസിച്ച് വന്നാൽ മതിയായിരുന്നു. അടുത്തല്ലേ വീട്? വീട് അടുത്തല്ലേ? ഇനിയിപ്പോ തിരിച്ചു പോകണം. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ മറ്റേ വണ്ടി വർക്ക്ഷോപ്പിൽ കിടപ്പില്ലേ, അതൊന്ന് പോയി നോക്കിട്ട് വരാം. എന്നാ പോവാമ്പാ. ഞാൻ ആ കാര്യം അങ്ങ് ഓർത്തില്ല, ഇത്ര അടുത്താണ്. മേസ്ത്രി നമ്മുടെ വണ്ടി എപ്പോഴത്തേക്ക് റെഡിയാക്കി തരും? നമ്മള് മേസ്ത്രി അല്ലാത്തോണ്ടാണ്. നമ്മളോട് സ്പാൻഡർ എടുത്തു, ബമ്പറൊക്കെ അയച്ചോളാൻ പറഞ്ഞു. അതിന് ഇനി അമ്മാവൻ മെയിൻ ആള് വരണം. മെയിൻ ആള് വേറെ വണ്ടി പണിതോണ്ടിരിക്കല്ലേ. നമുക്ക് വണ്ടി വീട്ടിലില്ലാത്തോണ്ട് ആ പാടെ ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ ഇതെല്ലാം ഒന്ന് അയച്ചു നോക്കിയിട്ട് ലിസ്റ്റൊക്കെ തരുവാണ്. നമുക്ക് സാധനമൊക്കെ വാങ്ങിച്ചോളാം. കുഞ്ഞിയുടെ വണ്ടിയാണല്ലോ കുഞ്ഞി. അതിന്റെ എഞ്ചിൻ പണിയായിരുന്നു. അത് കൊള്ളാം. 10 വർഷമായ വണ്ടിയല്ലേ? 10 വർഷം 3 ലക്ഷം കിലോമീറ്റർ ഓടി. ചേട്ടാ, ഇത് എന്ന് ശരിയാക്കി തരും. വണ്ടി ഇല്ലാതെ ആകെപ്പാടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണെങ്കിലും നമുക്ക് 2 ആഴ്ച പണിയുണ്ട്. എന്നാലേ തീരുള്ളൂ. അതെല്ലാം അയച്ചു പറിച്ച് നോക്കണം. അയച്ചു പറിച്ചെടുത്ത് ഞാൻ ഇവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു മേസ്ത്രി വരട്ടെ എന്നിട്ട് അവനതല്ലേ പറയാൻ പറ്റുള്ളൂ. അഴിക്കാൻ പറഞ്ഞു. ഞാൻ അഴിക്കുവാന്ന് പറഞ്ഞു. 10ന്റെ ടീ ഒക്കെ എടുത്തിട്ടുണ്ടോ? നമ്മുടെ ബമ്പർ 12-13 ബമ്പർ, റേഡിയേറ്റർ, ഹെഡ്ലൈറ്റ്, AC കണ്ടൻസർ, ക്രോസ് ബമ്പർ എല്ലാം കൂടെ നമ്മളെ ശരിയാക്കും. ക്രോസ് ബമ്പറെ വലിയ ഇടി വന്നിട്ടില്ലെന്നല്ലേ? മറ്റേ ഫ്രണ്ടിലതേ അല്ലേ? പിന്നെ ലാംപ് സപ്പോർട്ട് എല്ലാം കൂടെ കുറച്ച് പരിപാടിയുണ്ട്. അയച്ചു നോക്കിയാൽ നമുക്ക് പോയി സാധനം എടുക്കാമായിരുന്നു. ഉടനെ അയച്ച് ഇന്നും നാളെയൊക്കെ ആയിട്ട് അയച്ചു തീർക്കാം അല്ലേ? അയച്ചു തീർക്കാം. എന്നാൽ പിന്നെ അയച്ചിട്ട് നമുക്ക് പോയി സാധനം എടുക്കാം. കോളേജിന്റെ ഫ്രണ്ടിലെ എന്തോ അഴിക്കാൻ വേണ്ടി ഇപ്പൊ ലോറിയിലോട്ട് കെട്ടി വലിക്കും അപ്പുറത്ത്. നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്നെല്ലാം തിരിച്ചു വന്നു കഴിഞ്ഞത് വീടെല്ലാം പൊളിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മളതെല്ലാം കൂടെ ലോറിയിലോട്ട് കയറ്റുക. രാവിലെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും തുടങ്ങിയത്. ഇപ്പം വൈകിട്ടൊരു 3:30-4 മണിയാവാറായി. ഇപ്പോഴത്തേനും ആ പൊളിച്ച് തീരുന്നേ. അതേ നമ്മൾ ലോഡെല്ലാം കയറ്റി ഫസ്റ്റ്
ഫസ്റ്റ് ട്രിപ്പ്. രാവിലെ നമ്മൾ പോയതാ, പക്ഷെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമുക്ക് ലോഡ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മള് ഇപ്പൊ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക ലോഡറൊക്കെ. ഇവിടുന്നേ നമുക്ക് ബൗണ്ടറി റോഡ് വഴി വേണം പോവാൻ. ഇവിടെ നമുക്ക് റൈറ്റ് എടുക്കാം. ഇതാണ് കമ്പംമെട്ട് കമ്പം, തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും കൂടെ അതിർത്തി റോഡാണ്. ഈ അതിർത്തിയിൽ ഒരു സൈഡ് വനോ, ആ വനത്തിന്റെ സൈഡിൽ കൂടെ ഉള്ള റോഡേ വേണം പോവാൻ. ആ റൈറ്റ് സൈഡിലോട്ട് പറയുന്നത് കമ്പത്തിന്റെ വനമല്ലേ, തമിഴ്നാടിന്റെ? അതെ അതെ. അതിനകത്ത് മുമ്പേ ന്യൂസിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു നമ്മളെ ഈ ഭാഗത്ത് എവിടെയോ കാട്ടുപോത്ത് ഇറങ്ങിയിട്ടുണ്ടോ. ന്യൂസിലോ? ഇപ്പൊ ചെന്ന് പോകുമ്പോ അറിയാം ഇനി പോകുന്ന വഴിക്കെങ്ങാനും കാട്ടുപോത്തുണ്ടോന്ന് പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം വലത്തെ സൈഡ് മുഴുവൻ വനമാ, തമിഴ്നാടിന്റെ. ഈ വഴി നേരെ പോവാണ് തണ്ണിപ്പാറയ്ക്ക്. നമ്മള് തണ്ണിപ്പാറയ്ക്ക് പോകാതെ വലത്തോട്ടുള്ള ബൗണ്ടറി റോഡേ കയറി പോകും. മോശപ്പാറ വഴി. ഈ വഴി നല്ല കയറ്റമാ. അതെ അതെ, നല്ല കയറ്റമുണ്ട്. വലത്തെ സൈഡ് മുഴുവൻ വനമാ കേട്ടോ. ഫോറസ്റ്റ് ഏരിയ. ഫോറസ്റ്റ്. ലെഫ്റ്റ് ഫുള്ള് നാടും. ലെഫ്റ്റ് സൈഡ് ഫുള്ള് നാടും. ഇവിടെയൊക്കെ വന്യമൃഗങ്ങളുള്ള കേട്ടോ. ഇവിടെയൊക്കെ രാത്രി വരണം. ഈ റോഡ് കേരളത്തിനകത്താ. വലത്തെ സൈഡ് തമിഴ്നാടിന്റെ ഫോറസ്റ്റ്. ഈ റോഡിന്റെ തൊട്ടിപ്പുറത്തെ കാട് വരെ ഇതെല്ലാം വനമാ. ഈ സൈഡെല്ലാം വനമാ. ഇടത്തെ സൈഡ് നമ്മുടെ കേരളത്തിന്റെ സ്ഥലമാ. അവിടെ ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട്, കുറെ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ ഏലം കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് കുറെ ആളുകൾ. എങ്ങനെയുണ്ട് കുഞ്ഞി, വഴി എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് കേറി കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ്. അതെല്ലേ? ഇതാണ് വനമല്ലേ മൊത്തം. വലത്തെ സൈഡിൽ നിന്ന് വല്ല മൃഗങ്ങളൊക്കെ വരുന്നുണ്ടോന്നൊക്കെ നോക്കിക്കോ. കാട്ടുപോത്തുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടാ. അയ്യോ, കാട്ടുപോത്ത്, പുലി, പിന്നെ ചെറിയ മൃഗങ്ങള് ഒക്കെ കാണും. ഇതെല്ലാം ഈ തേക്കടി വനത്തിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളല്ലേ. പെരിയാർ ടൈഗർ റിസർവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതായതുകൊണ്ട് ചിലപ്പം കുറെ ആ സാധനങ്ങളും മൃഗങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. എന്നതാ നമുക്ക് പണിയാണല്ലോ. ഇവിടെ മൊത്തം താന്നു പോയാൽ എന്നാ ചെയ്യും നോക്കട്ടെ, അവരെ ഒന്ന് വിളിച്ചു നോക്കാം. ഇന്ന് പണിയായല്ലോ കുഞ്ഞ്. പണിയായി. എന്നാൽ ഇത് ഇത്രയും വലിയ പണിയാവുമെന്ന് ഓർത്തില്ല. ഇത്രയും താഴാനുള്ള ഇല്ലായിരുന്നല്ലേ? താഴാനുള്ളതല്ല നീ, പിന്നെ ഇതിനകത്ത് ഈ ഭയങ്കര കുഴിയാ. ഇതിനകത്ത് ഒരു മണ്ണ് വെട്ടിയിട്ടാ. ആ മണ്ണ് വെട്ടിയിട്ടില്ലായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. നല്ല പണിയാണല്ലോ കുഞ്ഞി കിട്ടിയത്. എന്ത് പറഞ്ഞാലും നമ്മൾ ഇന്ന് ഇവിടെ കയറ്റും. അത് നമുക്ക് ലോഡ് എങ്ങനെയും തള്ളി കയറ്റിക്കൊണ്ട് പോവാം. കുറച്ച് മുഴുത്ത കട്ടങ്ങളെ പെറുക്കിടാം, അത് അടുക്കി വെക്കാം കേട്ടോ. ഇനി നമ്മൾ കല്ലെല്ലാം ഇട്ടിട്ടൊന്ന് കയറ്റുക. കേറിപ്പോന്നേ. അങ്ങനെ കേറ്റി വിജയകരമായി നമ്മൾ. അതെ, വേറെ ആരുടെയും സഹായം ഇല്ലാതെ. അല്ല, കടുവായും വന്നായിരുന്നു. എന്നാ ഇതേ? അയ്യോ, ഞാൻ കാട്ടി നോക്കിയായിരുന്നേ. ആണോ? അവിടുത്തെ അവസ്ഥ എന്നാണ്? ഇനി അങ്ങോട്ട് വല്ലതും ഉണ്ടോന്നല്ലേ? പാടാ, ലോഡുമായിട്ട് വന്നാലേ കയറി പോവാൻ പാടാ. അതുകൊണ്ടോ വണ്ടിയെല്ലാം ഒരഞ്ഞു പറഞ്ഞാ പോകുന്നത്. രണ്ട് സൈഡും കൊങ്ങിക്കാളാ. ഇതെന്നാത്തിനാ ഇത്ര അകത്ത് കയറിയേ? ഒരു പിടുത്തമില്ല. എന്നാ സംഭവം എങ്ങോട്ടാണെന്നൊന്നും അറിയത്തില്ല. അതെ, എവിടെയെങ്കിലും വഴിയിലിടാനായിരിക്കും. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ ഇവിടെ കാണാൻ? നല്ല രസമാ, വരാൻ കുറച്ച് പാടാന്നേ ഉള്ളൂ. ഇല്ലിക്കാട് കണ്ടോ? നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാ. കാട്ടിലോട്ട് കയറി വന്നാ മതി.
ഇടയ്ക്ക് നമുക്ക് പിക്നിക്കിന് വരാം. ആ ഇങ്ങോട്ടല്ലേ? ഇവിടേക്ക് ഇങ്ങനെ അന്നേരം ഇങ്ങോട്ട് വരാന്ന് പറയുമ്പം അമ്മ പറയും എല്ലാ പ്രാവശ്യം കാട് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്ന് പറയും. അതെ അതെ, അവിടെ നോക്കിയപ്പോണ്ടെന്ന് തോന്നുന്നു. നോക്കിയിരിപ്പുണ്ട്, അതിലെ കയറി വരാൻ പാടില്ലായിരുന്നു. അവിടെ താന്നു പോയെന്ന് പറഞ്ഞാൽ അവരോട് പറഞ്ഞാൽ അവരോർക്കും നമ്മള് ചുമ്മാ പറയുന്നതാണ്. നമുക്ക് അവിടെ തെളിവ് വീഡിയോ ഉണ്ട്. തെളിവ് വീഡിയോ ഉണ്ടെന്ന്. അത് ശരിയാ. അങ്ങനെ നമ്മുടെ ലോഡ് കുത്തുക. ലോഡ് ഇങ്ങനെ വീണ് തുടങ്ങി. അപ്പൊ നമ്മള് ലോഡെല്ലാം ഇറക്കി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.